Hello， 你好。That I know。你好。新年快乐！新年快乐！新年快乐！香港。香港。തിരക്ക് നോക്കി എന്തത് എന്തത് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ദ സെൻട്രൽ പാർട്ട് ഓഫ് ചൈന സിയാൻ സിറ്റിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ അല്ല എൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാകിസ്ഥാനി ഗേൾ ഉണ്ട്. ഷീസ് ഫ്രം പാകിസ്ഥാൻ, ഇസ്ലാമാബാദ്. ഓക്കെ, അപ്പം പുള്ളിക്കാരിയാണ് നമ്മളിന്ന് ഫുള്ള് ചുറ്റി കറങ്ങി കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പം ആരാണ് പുള്ളിക്കാരി എന്നൊക്കെ പരിചയപ്പെടാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് വുഹാനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ഇവിടെ എത്തിയത്. അപ്പം ഹായ്. Hi. Okay. You can introduce. Okay. My name is Anna. As you know me maybe before from some video, so I am back here again. Welcome to Xi'an. Today we are going to show you this vibrant city full of history, full of culture, exuberant atmosphere, and a lot of different experiences. So hopefully that in this video we are going to show our friends some of the hidden gems here in Xi'an. So let's get back together. Okay. അപ്പം പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളിക്കാരി ഇതിൻ്റെ മുന്നേ ഒരു യൂട്യൂബറെ കൂടെ ഒക്കെ നടന്നിട്ട് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരുമിച്ച് കറങ്ങുകയാണ്. ഇതാണ് നമ്മളെ ഒരു യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരു ചെക്കനുണ്ട്. എവിടെടാ നമ്മളെ മുത്തുമണി, വാ. അപ്പം ഇവളെ കാട്ടി കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവനെയാണ്. ഓക്കെ, അപ്പം നീ ഒന്ന് നിന്നെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഞാൻ നിതുൽ. എന്തോ ഒരു പാവം. ഞാൻ നിതുൽ, കേരളത്തിൽ നിന്നാണ്. നാട്ടിലെ തൃശ്ശൂരാണ്. ഇവിടെ സിയാൻ ജോത്തങ് യൂണിവേഴ്സിറ്റിയിൽ 5th year MBBS. ഇത് സ്നോയിൽ ഒരു 5 ദിവസം മുന്നേ ഒന്ന് സ്ലിപ്പായി വീണു. ആക്ച്വലി ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. അതൊന്നുമല്ല, സത്യമായിട്ട് സ്നോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചെക്കൻ കുറച്ച് ഫോട്ടോഗ്രാഫർ കമ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറക്കി. ഇവിടെ 5th year MBBS. 5th year MBBS. അപ്പോൾ 1 year കൂടി ഉണ്ട്. ഇനി 1 sem പിന്നെ അത് കഴിഞ്ഞാൽ 1 year internship. ഓക്കെ, അപ്പം പൊളി. അപ്പം പിന്നെ സിയാന്റെ കാഴ്ചകൾ കാണാൻ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമ്മൾ പോണത് സിറ്റി വാള്. സിറ്റി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാനെ കവർ ചെയ്യണ ഒരു ഫുള്ള് വാള്. സിയാൻ സിറ്റിനെ മൊത്തം കവർ ചെയ്യണ വാള്. ഇത് സിയാൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആൻഷ്യൻ സിറ്റി. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് മുസ്ലിം സ്ട്രീറ്റ്, സമയം വെച്ചാൽ മുസ്ലിം സ്ട്രീറ്റ് പോകാം. പിന്നെ ആ ജോങ്ലു എന്നാണ് ആ സിറ്റി വാളിന്റെ സ്ഥലത്തിന്റെ പേര്. ബെൽ ടവറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ന്യൂ ഇയറിന്റെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുസ്ലിം സ്ട്രീറ്റിൽ പോയിട്ട് ഇവിടുത്തെ മുസ്ലിംസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം അവിടെ പോയിട്ട് നമ്മൾ ഹലാൽ ഫുഡ് ടേസ്റ്റ് ചെയ്യും. അപ്പം ഗൈസ്, സിയാൻ സിറ്റിനെ കുറിച്ച് പറയുകയാണ്. സിയാൻ സിറ്റിയിലാണ്, പിന്നെ സിറ്റി സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഏകദേശം 12 മില്യനാണ് ഈ സിറ്റിയുടെ ഒരു പിന്നെ പോപ്പുലേഷനും കാര്യങ്ങളും. ഭയങ്കര തണുപ്പുള്ളൊരു ഏരിയയാണ്. ഇപ്പം പിന്നെ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഒരു -3, 4, 5 പോകും. ഇപ്പം വെതറൊക്കെ ക്ലിയറാണ്. ഞങ്ങൾ വൈകിട്ട് ഒരു 4:30, 5 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇനി നമ്മൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി പിടിക്കണം. ടാക്സി പിടിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പം ഈ പുള്ളി പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ ദ സിയാൻ സിറ്റി. നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. ടാക്സി ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കുട്ടി വണ്ടികളാണ് കേട്ടോ. ഇത് ഒരു ഫാമിലി മൊത്തം പോണ വണ്ടിയൊക്കെ. ആഹാ, കളർഫുൾ. അതിൽ 4-5 പേര് കയറി പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോവാ. ഓക്കെ, ടോപ്പ് 10 ചൈനയിലെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിലുള്ളതാണ്. നീ പറയും നീ പഠിക്കുന്നതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ആവും. നമ്മൾ ടാക്സി വന്നിരിക്കുകയാണ്. പക്ഷേ ഗൈസ്, ഇവിടെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കാര്യമുണ്ട്. പിന്നെ ഒരു സേഫ്റ്റി കാര്യം കൂടിയാണ്. നോക്കിയേ, 1 ക്യാമറ, 2, 3 ക്യാമറ. അതായത് ഒരു ടാക്സിക്കകത്താണ് ഇത്രയും ക്യാമറ. നമ്മളെ ഇവിടെ കയറിയിട്ട് നമ്മളെ ടാക്സീൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒന്നും ചെയ്യില്ല. അത്രയും സേഫ്റ്റിയിലാട്ടോ നമ്മൾ വണ്ടി പോവുക. പിന്നെ ടാക്സിക്കുള്ളിൽ പ്രൈവസി വേണം. പിന്നെ കപ്പിൾസായിട്ട് ഉമ്മ വെച്ച് പോവുക, അതൊന്നും നടക്കില്ല. അതൊക്കെ വരെ പോലീസുകാർ കാണും. ഈ ക്യാമറേൻ്റെ ഒക്കെ ആക്സസ് ഇവിടുത്തെ പോലീസുകാർക്ക് കേട്ടോ. ഈ പുള്ളിക്കല്ല, പുള്ളിക്കുണ്ട്, പിന്നെ പോലീസിനുണ്ട്. അപ്പം നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ സിയാൻ വാള് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു തിരക്ക് നോക്കുക, എന്തോരം ജനങ്ങളാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നോക്കി വിഷ്വല് എമ്മാര് ഭംഗിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. നോക്കി എമ്മാര് ഭംഗിയെ നോക്കി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ ആദ്യമായിട്ട് സിറ്റി വാളിൻ്റെ മേലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ജനങ്ങൾ നോക്കി, എൻ്റെ മോനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ എന്ന് പറയുന്നത് ചൈനയിലെ ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പുള്ളീനെ വണ്ടി ക്യൂട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ പോയിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. ദിസ് ഈസ് എക്സിറ്റ് ആക്ച്വലി.
面下对面口下，从对面那个口下去。 അതിലൂടെ പോയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടുത്തെ ഓരോ വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന കഴിച്ചത് അയ്യോ എനിക്ക് ഈ ഓട്ടോറിക്ഷ വേണം. ഇലക്ട്രിക് ആണ് കേട്ടോ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടമായി. ഒരാൾക്ക് മാത്രം പോകാൻ വേണ്ടി പറ്റുന്നത്. ഇത് ശരിക്കും ഓട്ടോറിക്ഷ അല്ലല്ലേ, ഇത് ആ ബൈക്ക് ഓട്ടോറിക്ഷ ആക്കിയതല്ലേ നിന്റെ 3 വീല്. ഇതിന് എത്ര രൂപ? ഇത് 2000 ആ ഒരു റേഞ്ച്. 2000 യുവാൻ. എത്രയായി? 24,000 25,000. അയ്യോ, അപ്പൊ ബൈക്കിനെക്കാട്ടി വില കുറവാണോ? വില കുറവാ. ഇത് മറ്റേ വീൽ ചെയർ ആ ടൈപ്പ് ആ സംഭവം. ഓക്കെ ഗുഡ്. ഈ വയസ്സായുള്ള ആൾക്കാർക്ക് പോകാനൊക്കെ പറ്റൂലേ? ഓക്കെ. എടാ വേറൊരു കാര്യമില്ലേ, യു ആർ ഹിന്ദു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു, ഇവള് പാകിസ്ഥാനി. സോ Muslim. നോ Pakistan. പാകിസ്ഥാൻ. ഇന്ത്യക്ക് പറയുന്നത് ഹിന്ദു. അതന്നെ. അപ്പൊ പാകിസ്ഥാൻ വേറൊരു കാര്യമുണ്ട് ഇവിടെ, ചൈന ആൻഡ് പാകിസ്ഥാൻ ബൈ ബൈ. സോ അപ്പൊ ആരെങ്കിലും എവിടുന്നാന്ന് വെച്ചാല് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെൽക്കം കിട്ടും, സ്നേഹം കിട്ടും. And China and Pakistan are friends. ബൈ ബൈ. Bye bye family. ഇന്ത്യ Normal friends. നോർമൽ ഫ്രണ്ട്സ്. പാകിസ്ഥാൻ ക്ലോസ് ഫ്രണ്ട്, ഇന്ത്യ നോർമൽ. അത് നമുക്കറിയാലോ, പിന്നെ ഫ്രണ്ട്സ് ആണോ അല്ലയോ എന്നൊക്കെ. അപ്പം ഫുള്ള് ജനങ്ങളെ നടക്കാനുള്ള സ്ഥലമില്ല, പക്ഷെ ഭയങ്കര രസമാണ്, കളർഫുൾ ആയിരിക്കും കേട്ടോ സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഇതിലൂടെ പോകണം, താഴത്ത് കൂടെ പോയി. ഓക്കെ ഓക്കെ. പിന്നെ എടാ നിന്റെ ചൈനീസ് നെയിം എന്തായിരുന്നു? ഓക്കെ. അതായത് ഇവന്റെ നിതുൽ എന്നുള്ള പേര് ചൈനീസ് ആൾക്കാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നിന്റെ പേര് ലീതോങ്. യുവർ ചൈനീസ് നെയിം? അന്ന. ഓക്കെ. ഇവിടുത്തെ തിരക്ക് നോക്കി, എന്തത് എന്തത് എന്തൊരു തിരക്കടോ, ഇന്ത്യയിൽ പോലും ഇല്ലല്ലോ ഇത്ര തിരക്ക്. ഒടുക്കത്തെ തിരക്കാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ വഴി കണ്ടുപിടിക്കണം. ഓ ഇടുങ്ങിയിട്ടാണ് പോണത്. പിന്നെ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ് ബിക്കോസ് ഓഫ് ചൈനീസ് ന്യൂ ഇയർ. സിറ്റി വാളിലോട്ട് ഇന്ന് കയറാൻ വേണ്ടി പറ്റില്ല, ഇന്നത്തെ ടിക്കറ്റ് മൊത്തം ഫുള്ളായി പോയി. നോക്കി ഇവിടുത്തെ ക്യൂ നോക്കിയേ, ഇങ്ങനെ ക്യൂ ആണ് ബേക്ക് വരെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് സിറ്റി വാളിലോട്ട് കയറാൻ പറ്റൂല ഗൈസ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് സിറ്റി വാളിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല രസമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വന്ന് കയറാൻ വേണ്ടി പറ്റുമോ നോക്കാം. പിന്നെ ചൈനയിലെല്ലാം 1.4 ബില്യൺ ആൾക്കാരില്ലേ, അതുകൊണ്ടാണ് ഫുള്ളാണ്. ഇപ്പോൾ രക്ഷയില്ല. ഇവിടെ കുറേ ക്യൂട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ചൈനീസ് പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അതായത് ഹലോ നീഹാ, ചൈനീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹലോ നീഹാ, നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരിനെ കാണാൻ നല്ല രസമുണ്ട്. ഹലോ. I'm from India. Hindu. Okay. Can you speak Chinese? No. I'm tourist here. I can teach you. 你好 Hello 你好 That I know. 你好 and 谢谢 你好美你好美 Yeah 你好帅 Do you know how to speak Happy New Year in Chinese? No. 新年快乐，新年快乐，新天新年快乐。快乐 Yes, Happy New Year. Happy New Year. Happy New Year. Happy New Year. അപ്പോൾ ഗൈസ് ചൈനീസ് ആൾക്കാരുണ്ടല്ലേ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട്. എപ്പോഴും എന്തൊരു ക്യൂട്ടിനെ ആൾക്കാർ സംസാരിക്കണമെങ്കിൽ നമ്മളോട് നല്ല വെറൈറ്റി ആയിട്ട് ഷീങ് ക്യാം കോയലു എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്നേഹം കിട്ടിയേനെ. 你好我们西安叫朋友叫伙计你好伙计这是 brother Yeah 伙计香港香港香港号然后我们香港号You Pakistan എന്ന് പറയും.我是巴基斯坦的，我在这里学习了。你的中文特别好谢谢。你是他们的翻译吗？对，因为我在这里在这里学习了。你在哪个学校呢？在交大。交大。对，我学习医学了。医学ഒന്നും മനസ്സിലാവുന്നില്ല.医生好English is rocking. So what is the name of this friend? This
是汉服吗？也是汉服，对，以下是这个汉服的那个，然后冬天的话，我们之前的汉服都会整一个这样的披肩。Say them look beautiful. They look beautiful. 他们说了是你们看起很漂亮的。啊，好，谢谢 ，Thank you。If you Yeah, I want to try try this. Yeah. 这个我这个 cheap，so cheap。好，在哪里？我这套下来差不 give you 多 a shop name and the shop step you can go and，yeah。 好的。 How much it cost you? 这个是多少钱？这个的话188。 188。在这里还是在大洋？这样呗，你让他，因为他，Boss is my friend。好的，好的。老板是你的朋友。If he can 188。好，But 188。 other people 可能是300，对。 200-300多，好了。കുറെ എന്തൊക്കെയോ മനസ്സിലായി. 可以，你可以叫你的微信对。 ഗൈസ് നിങ്ങൾ ഈ ഡ്രാഗന് കണ്ടോ? ഈ ഡ്രാഗന് ഒരു കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ന്യൂ ഇയർ ആഘോഷമാണ്. ഈ വർഷം എന്ന് പറഞ്ഞാൽ ലൂനിയർ ഇയർ എന്നാണ്. ന്യൂ ഇയറിന് പറയുന്നത് ലൂനാർ ഇയർ ആണെന്ന് പറയണത്. ഓക്കെ. പക്ഷെ ഓരോ വർഷം ഓരോ അനിമൽസിന്റെ ആണ്. ഓക്കെ, ഈ വട്ടം ഡ്രാഗൺ ആണ്. അപ്പൊ ഈ വട്ടം ജനിച്ച ആൾക്കാർ ഡ്രാഗൺ കുഞ്ഞ്. ഞാൻ 2000 ജനിച്ചവരൊക്കെ ഡ്രാഗൺ കുഞ്ഞ്, ഡ്രാഗൻ്റെ 2000 എന്ന് പറഞ്ഞാൽ അപ്പം 2001 ജനിച്ചാണോ? അത് വേറെ അനിമൽ. അപ്പൊ 2020. I also want to add something. Okay, you can add. Okay. As you know कि ये dragon, can I speak in my language? You can, yeah. जैसे कि आपको पता है कि ड्रैगन ईयर है एंड ड्रैगन ईयर की बहुत ज़्यादा सिग्निफिकेंस है चाइनीज़ लोगों की लाइफ में. एंड ऑल्सो यू कैन सी दैट दीज चाइनीज़ पीपल दे आर वेयरिंग लॉट ऑफ रेड कलर एंड they are using red color in everywhere, in the buildings, in the dresses, because red color for them, it has a very unique place. They call this color as the color of bliss. They believe that if they wear red and put red everywhere, they're going to get a lot of money and lots of blessings. So that is the significance behind this. And the dragon, this year is a dragon year, so all together it's making it more and more blissful. Okay, can I ask you something? Yes. So you're from Pakistan. and which is your language? Urdu. And then you speak in English, right? Me. Full. Can I speak in your mother? And all പറയാ full English ല് അല്ലേ? ഓള് പറഞ്ഞു ഞാൻ ഓളെ ലാംഗ്വേജിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞോള്. പിന്നെ ഫുൾ ഇംഗ്ലീഷ്. അപ്പം ഡ്രാഗൺ ഇയർ ആണിത്. അപ്പോൾ 24 അനിമൽസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഓരോ വർഷം ജനിക്കുന്ന ആൾക്കാർക്ക് ഓരോന്ന്. ഡ്രാഗൺ എന്ന് പറയുന്നത് പവർ, ശക്തി, തീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സബ് ആണ് കേട്ടോ. നമുക്ക് റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഇറങ്ങി താഴെ കൂടെ പോയിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാൻ. അപ്പം മാറിപ്പോയാൽ നമ്മൾ ഓരോ ഏരിയയ്ക്ക് പോകും. അത് ശ്രദ്ധിക്കുക കേട്ടോ. നടക്കാൻ മാത്രമുള്ള ഹാളാണ്. എന്തോരം ദൂരം നോക്കി, എന്ത് രസമുണ്ട്. ഇതാ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെ പോകണം. മുസ്ലിം കോട്ടേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. ഹൗ അൺബിലീവബിൾ. ഓരോന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു 10-20 വർഷം മുന്നേ ഇങ്ങനെയുണ്ട്. അതായത് എത്ര മുന്നേ ഇവർ സിറ്റി വിഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ നാട് ഇവരൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാൻ വേണ്ടി പോകുന്ന രാജ്യമാണ്. പുള്ളിക്കാരി അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിക്കാരിക്ക് യു ഹാവ് വൺ യൂട്യൂബ് ചാനൽ, റൈറ്റ്? Yes. Can you tell me the name? I have just started my YouTube channel. Yes, okay. इसका नाम Share the details later. Yeah, I'll share the details and you can mention me in your link. Okay. And you can ask your supporters and your followers to. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ വേറൊരുത്തനുണ്ട് ചാനൽ. നിന്റെ ചാനലിൽ വരുന്ന ഷട്ടർ ടൈൽസ്. My channel is Anna Roomster. അന്ന റൂംസ്റ്റർ ഷട്ടർ ടൈൽസ്. Okay. ക്യാമറയുടെ ഷട്ടർ. ടൈൽസ്. അപ്പോൾ 2 പേരെ ലിങ്കും ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു വാച്ച് ഹിന്ദി വ്ളോഗ്സ്, പാകിസ്ഥാനി വ്ളോഗ്, ഇഫ് യു വാണ്ട് ടു വാച്ച്
മലയാളം നല്ല രീതിക്ക് നമ്മൾ കാണിച്ചു തരാം. വേണ്ട, ഞാൻ കാണിച്ചത്. ഓക്കെ, എന്നാലും ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ടാവും. അത് നമ്മൾ ചെക്കൻ എടുത്തായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. ഡ്രാഗൺ കുഞ്ഞുണ്ടോ? 2 ഡ്രാഗൺ കുഞ്ഞി. നമ്മൾ സിറ്റി സെന്ററിലുള്ള വേറൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയ ബെൽ ടവർ അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാ? വെറുതെ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. അപ്പോൾ പണ്ടത്തെ ഓരോ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സിറ്റിക്ക് ചുറ്റും ഞാൻ പറഞ്ഞില്ലേ മറ്റേ വാളുണ്ട്. ആ വാളിൻ്റെ വേറൊരു സംഗതിയാണ് ഇത്. അന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടുന്ന് പോണ ലൈറ്റ് ഉണ്ട്, നിങ്ങളിങ്ങനെ ആ ലൈറ്റ് പോയിട്ട് കത്തുന്നതാണ് ഇത്. ബെൽ ടവർ എന്നാണ് ഇതിന് പറയാം. പോലീസുകാരെ ഒന്ന് മറിക്കും. പോലീസുകാരാ, ഇവിടെ തിരക്ക് കാരണം ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. നോക്ക്, ഇതാണ് ബെൽ ടവർ. വാവ്, എന്തൊരു കളർഫുള്ളാണല്ലോ. എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നോക്ക്. ആൾക്കാർ കച്ചറില്ല, ബഹളമില്ല, ഒന്നുമില്ല. എത്ര വേണമെങ്കിലും വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പം ഇതാണ് ബെൽ ടവർ കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കയറാം. പക്ഷെ ഒന്ന് തിരക്ക് കാരണം ഒന്നും കയറാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാ, ഇതൊക്കെ ഇവിടുത്തെ ചൈനീസ് പെണ്ണുങ്ങളാണ്. ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. ബെൽ ടവർ. അപ്പം ഷിയാനിൽ വരികയാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കുക. പെണ്ണുങ്ങളെ ഡ്രസ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? ഇതാണ് ആൺകുട്ടികളുടെ ഡ്രസ്സ്. ട്രഡീഷണൽ ആണുങ്ങളുടെ ചൈനീസ് ഡ്രസ്സ് കേട്ടോ. കുട്ടീനെ എങ്ങനെ വിളിക്കുക?你们要拍是吗？不是，我们拍小朋友的可以啊。可以吗？你可以吗？可以吗？可以吗？你说新年快乐，新年快乐，说新年快乐，新年快乐。OK，谢谢。大点声呢。Thank you。谢谢。പാവക്കുട്ടി കേട്ടോ, നല്ലൊരു പാവക്കുട്ടി. ഞങ്ങൾ ഈ തലയിലിടുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് 20 യുവാനാണ് ഓൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഓനോട് ഞങ്ങൾ പാകിസ്ഥാനിലാണ്, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും എന്നാ 10 റുപ്യ എന്നാ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം 15 വെച്ചേ. മുസ്ലിങ്ങളാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് 10 എന്നാ മതി. നല്ല വിറ്റ. ഇവിടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം കേട്ടോ അവർക്ക്. They like Pakistan, right? That's a very funny part. Why these Chinese people like this much Pakistan? Because we have a very deep connection. And from a longer time. എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഇത്ര കുറഞ്ഞ്? പുള്ളിയും പാകിസ്ഥാനല്ലേ, പുള്ളി മുസ്ലിമാ, ചൈനീസ്. ഓ, കഴിഞ്ഞ ദിവസം നമ്മള് സിയാൻ വാൾ കയറാൻ വേണ്ടി വന്നപ്പം പിന്നെ ഫുള്ളായിട്ട് ടിക്കറ്റ് കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഈ ഞങ്ങൾ വൈകിട്ട് 3:30 ആയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. 3:30-4 മണി. ഇതാണ് തിരക്ക്, ഒടുക്കത്തെ തിരക്കാണ്. ടിക്കറ്റ് കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരാൾ പോയിട്ടുണ്ട്. ഇവിടെ തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നും ടിക്കറ്റ് കിട്ടുന്നൊന്നുമില്ല. ഇത് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് രാത്രിയിൽ നിന്ന് പെട്ടെന്ന് പകലായത്. ഭയങ്കര തിരക്കാണ്. എന്താവുന്നതെന്ന് അറിയില്ല. ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ക്യൂ ഏകദേശം 1.5-2 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. ഇന്നിവിടെ ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ക്യൂവിൽ നിൽക്കാണ്. ഡ്രാഗൺ കുഞ്ഞ് ഇവിടെ ഉണ്ട്. ക്യൂവിൽ നിന്നിട്ട് കാര്യമില്ല. അതിങ്ങനെ പോയി. അത് നമുക്ക് നിൽക്കാം. ടിക്കറ്റ് കിട്ടണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ക്യൂവിന്റെ വലിപ്പം നോക്കി. എന്താ ടിക്കറ്റ് ഇല്ല? നല്ല രസമുണ്ട് ഇവരെ കാണാൻ വേണ്ടിട്ട്. നമുക്കിത് പുറത്ത് അങ്ങോട്ട് പോയാലോ, തിരക്കില്ലാത്തോടത്തേക്ക്. സിറ്റി വാൾ എന്ന സ്വപ്നം നടക്കൂല. കാരണം അടുത്ത 2 ദിവസത്തേക്ക് ടിക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് തിരക്ക്. അൺബിലീവബിൾ തിരക്കാണ്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നമുക്ക് വേറെ എവിടെയെങ്കിലും
പോകാൻ പറ്റിയ സ്ഥലത്ത് നമുക്ക് പോകാൻ വേണ്ടി നോക്കാം. നമ്മൾ ദയാന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു സിറ്റി വാൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ. സിറ്റി വാളിന്റെ ചരിത്രം സിറ്റി വാളിന്റെ ചരിത്രം എന്താ? സിറ്റി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെയ്ജിങ് വാളിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബെയ്ജിങ് വാൾ പോലെ തന്നെ നമ്മുടെ സിയാൻ സിറ്റീനെ ഫുള്ള്, അതായത് സിയാൻ സിറ്റിയാണ് നമ്മുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റി, ചിങ് ഡൈനാസ്റ്റി തൊട്ടിട്ടുള്ള സിറ്റി ഉള്ളത്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാളാണ് സിയാൻ സിറ്റി വാൾ. റെക്ടാങ്കുലർ ഷേപ്പിൽ സിയാൻ സിറ്റിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു വാൾ. ഓക്കെ, അത് എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ അറിയില്ല. നമുക്ക് ആദ്യ സമയത്തൊക്കെ ഇപ്പൊ ഈ ന്യൂ ഇയറിന്റെ സമയമായതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ കുറെ ഡ്രാഗണിന്റെ സാധനങ്ങളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സൈക്കിൾ റെന്റ് എടുക്കാൻ പറ്റും അതിന്റെ മുകളിൽ. നമുക്ക് ഫുള്ള് സിയാൻ സിറ്റി മൊത്തം. നീ കയറിയുണ്ടോ? ഏറ്റവും 4-5 കൊല്ലം ഇവിടെ പഠിക്കുന്നത്. ഇന്ന് വരെ നിന്റെ റൂമിൽ എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? 5 കിലോമീറ്റർ. എന്നിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് ഓനെ ഇവിടെ കയറാൻ തോന്നി. എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് വിട്ടിട്ട് ദയാന്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ സിറ്റി വാളിൽ നിന്ന് നേരെ വന്നത് ദയാന്തയിലോട്ടാണ്. ഇവിടെ എന്തത്? അയ്യോ, ന്യൂ ഇയറിന് ആരും ഇങ്ങോട്ട് വരരുത് അല്ലേ? ചൈനീസ് ന്യൂ ഇയറിന് ഭയങ്കര തിരക്കാണ്. ജനങ്ങൾ ഒരു മെട്രോന്ന് വരുന്ന ആൾക്കാരെ എണ്ണാണിത്. ചോറ് വെക്കാൻ ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങോട്ടൊന്നും പോക്ക് കിടക്കുമെന്ന് തോന്നില്ല. അമ്മാതിരി തിരക്കാണ്. നമുക്ക് നോക്കി വെക്കാം, പോയി നോക്കാം. അപ്പം നമ്മൾ ദയാന്ത എത്തിയിട്ട് നടത്തം തുടങ്ങിയിട്ടോ. ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും നടക്കാൻ? 1.5 കിലോമീറ്റർ. ഇതോ ബെസ്റ്റ് 1.5 കിലോമീറ്റർ നടക്കാണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നൈറ്റാണ്, വിഷ്വൽ അടിപൊളി എന്നാണ് ലിങ്ചോങ് പറയുന്നത്. ലീത്തോങ് പറയുന്നത് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നൈറ്റാണ് അടിപൊളി എന്നുള്ളത്. പിന്നെ പകൽ കാഴ്ച കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഈവനിങ് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ തിരക്ക്. പിന്നെ ഇവിടുത്തെ ചരിത്രം ലീത്തോങ് തന്നെ പറഞ്ഞോ. ലീത്തോങ് ലീ എന്ന് പറയുന്നത് സർനെയിമാണ്. അതേപോലെ തന്നെ ലീ ജെ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ദയാന്ത പഗോഡ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നിന്റെ പേരും ലീത്തോങ്? നമ്മൾ ഒരേ രാജകുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അച്ഛന്റെ പേരെന്താ നിന്റെ? എന്നോട് ബാലകളി. എന്നിട്ട് പുള്ളിയുടെ അമ്മ മരിച്ചതിന്റെ പേരിലാണ് ഈ പഗോഡ ഉണ്ടാക്കിയേക്കുന്നത്. അമ്മേന്റെ ഓർമ്മയ്ക്ക്. അതൊരു ബുദ്ധിസ്റ്റ് സെയിന്റിന്റെ ഒരു ഇതും കൂടിയായിട്ടാണ് ഈ പഗോഡ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടുത്തെ ഒരു വലിയൊരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരാള് അവിടെ നമ്മുടെ നാട്ടിലോട്ട്, ഇന്ത്യയിലോട്ട് വന്ന് ഒരു സംസ്കൃതത്തിലുള്ള ബുദ്ധന്റെ ഒരു ബുക്ക് ഇവിടേക്ക് നടന്നുകൊണ്ട് തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തിന്? ഇവിടെ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാനും. ബുദ്ധിസം കാരണം ഒരു പ്രൊഫറ്റ് അങ്ങനെ പ്രവാചകൻ ആ സംഭവമായിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു വലിയൊരു ഹിസ്റ്റോറിക് സ്പോട്ടായിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. കുറെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ മോദി വന്നിരുന്ന സമയത്ത് മോദി ഇവിടുത്തെ പ്രസിഡന്റ് സി ജിൻപിങ്ങും ഇവിടെ പുള്ളിക്കാരനും ഷിയാൻകാരൻ തന്നെയാണ്, ബേസിക്കലി ഫ്രം ഷിയാൻ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൾച്ചറൽ ബിലീഫിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഉള്ള ഒരു ഹിസ്റ്ററി ഇവിടെ. അതായത് സംസ്കൃതത്തിന്റെ ആ ബുക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഒരു ചെറിയൊരു വില ഇവിടെ കിട്ടും. അവർ പിന്നെ നമ്മളെ മോദി പ്രൈം മിനിസ്റ്റർ മോദിയും പിന്നെ ഇവിടുത്തെ പ്രസിഡന്റ് സി ജിൻപിങ്ങും ഇവിടെ ഒരുമിച്ച് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. അങ്ങനെ ഏകദേശം ടൈം ഈവനിങ് 6 മണി കഴിഞ്ഞു, 7 മണി ആവാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ മരത്തിൽ മൊത്തം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ ഇട്ടിട്ട് നല്ല കളർഫുള്ളാണ്. ജനങ്ങളെ ഏറും പിടിയാണ്. അതുകൊണ്ട് ഓടി നടക്കലും നടക്കൂല, പതുക്കെ ഇങ്ങനെ നടക്കാം. മരത്തിൽ ഇതൊക്കെ എന്താ എഴുതിയിരിക്കണേ? ഓരോ വിഷു കാര്യങ്ങളും ന്യൂ ഇയറിന് സ്ഥിരമായിട്ട് എഴുതണ ഒരു കാര്യങ്ങൾ. പിന്നെ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ചൈനീസ് സ്റ്റൈലിലാണ് അവരെല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം. തിരിച്ചു പോക്കുന്നുള്ളത് നടക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെയും കൊണ്ട് പോകും. അപ്പോൾ ബൈ ക്രൂഷ്യൽ ഇങ്ങനെ നടന്നോളുക. അപ്പം നമ്മളിതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ല കാഴ്ചകളാണ്. നമുക്ക് ഫുള്ള് ലൈറ്റൊക്കെ പിടിപ്പിച്ച് അതിമനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൻ്റെ നേരെ അങ്ങോട്ടാണ് നമ്മൾ നടക്കേണ്ടത്.
ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഒരു ബുക്കുമായിട്ട് തിരിച്ചു വന്ന ഒരു പുള്ളിക്കാരൻ. പുള്ളീൻ്റെ പ്രതിമയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. എന്താണ് ഭംഗി ഇതിൻ്റെ ഇവിടെയുള്ള ജനങ്ങൾ നോക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടമാണ് പിന്നെ കൊറോണയ്ക്ക് ശേഷം ചൈന ഏറ്റവും അടിപൊളിയായിട്ട് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ മുന്നൊക്കെ ന്യൂ ഇയറിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റൂൾസൊക്കെ പാലിക്കണം, അത് പാലിക്കണം. ഈ വട്ടം ഒന്നുമില്ല, എല്ലാം ഓപ്പൺ ആക്കിയിട്ടും. അതുമല്ല 5 സിറ്റികളാണ് ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയിട്ട് ചൈന ഈ വട്ടം പ്രൊമോട്ട് ചെയ്യണേ. അതിലൊന്നും ചെയ്യാനാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്രക്കും തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. നല്ല കാഴ്ചകളാണ്. അത്യാവശ്യം ഇപ്പോഴാണ് കുറച്ച് തണുപ്പ് വന്നു തുടങ്ങിയത് കേട്ടോ. ഇതുവരെ തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് തണുപ്പൊക്കെ വന്ന് നമ്മളിവിടെ നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ് കഴിച്ച്. ഒരു രക്ഷയില്ല. തിരക്ക് കാരണം നടക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട്. മരങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇതിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. എൻഡിലെത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ സ്റ്റിൽ ക്രൗഡാണ്. ഇവിടെ ഞാനൊരു കൗതുക സാധനം കണ്ട്. അപ്പോൾ അത് ഇങ്ങൊക്കെ കാണിച്ചു തരണം എന്ന് വിചാരിച്ച്. ഒരു സാധനം ഉണ്ട് ഇവിടെ, ഒരു ബോള്. ആ ബോൾ നിങ്ങൾ എങ്ങനെ കറിഞ്ഞാലും നിങ്ങൾ വിൽക്കൂല. ഈ ബോൾ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി റുപ്യ വരുന്നതാണ് അവർ പറയുന്നത്. എന്നുണ്ടോ? എത്ര അടിയാലും വിൽക്കൂല. ആ കുട്ടിയൊക്കെ കിടന്ന് ആടുന്നു. ഭയങ്കര കൗതുകം നിറഞ്ഞ പരിപാടി. പിന്നെ കുട്ടിയൊക്കെ കളിക്കാനുള്ള കുറേ പരിപാടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സംഗതികളുണ്ട്. കളർഫുൾ അല്ലേ ചൈന? നോക്ക് ഇങ്ങോട്ടൊക്കെ എന്ത് രസമാണ്. ഇവിടെ മോശമായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. ആ ഗൈസ്, ഇവൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്റെ പുതിയ ചാനലിലെ ഒരു ഡോക്ടർ ലീ വ്ളോഗ്സ് എന്നാണ്. ഇവിടെ BSc പഠിക്കുന്ന ഡോക്ടറിനും പിന്നെ നിതുൽ എന്ന ആൾക്കാർക്ക് ഇവിടെ ചൈനീസ് ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ചൈനീസ് നെയിം പറയുന്നത് ലീ തോങ് എന്നാണ്. LITONG. ലീ എന്ന് പറയുന്നത് സർ നെയിമും തോങ് എന്റെ ഗിവൺ നെയിം. അപ്പൊ ഡോക്ടർ ലീ വ്ളോഗ്സ് എന്നാണ് പേര് സജസ്റ്റ് ചെയ്തത്. നമ്മുടെ നീ എന്നെ അതിന്റെ തെറി ഞാൻ കേൾക്കണല്ലേ. അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ചൈനയുടെ പല ഇത് കാണിച്ചു തരാം. അതായത് ചൈന ലൈഫ് കൂടുതൽ കാണിച്ചു തരാം, ഫുഡ് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഫോറിനർ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരാം. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വീഡിയോസ് കാണാം. താങ്ക് യു. അപ്പം നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിരിക്കണേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ 3 ദിവസം കൊണ്ടാണ് എടുത്തത്. പക്ഷേ പറയുമ്പോൾ ഒരു വീഡിയോ ആണ്. ഓക്കെ. അപ്പം പിന്നെ നമ്മളെ തള്ള വന്നീനു. തള്ള വീഡിയോയിൽ കാണിച്ചില്ല. തള്ള വന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന തള്ള മീൻസ് യു ആർ ബ്യൂട്ടിഫുൾ. Okay. Okay, guys. Maybe you can give a shout out to my channel also and like and subscribe. I'm just starting my new channel. മലയാളികൾ Anatala. തള്ള. മലയാളികൾ തള്ള. Okay, give me one sentence. മലയാളി സൂപ്പറാ. മലയാളി സൂപ്പർ. എന്നാ അടിപൊളി. അടിപൊളി മലയാളി സൂപ്പറാ. ഞാൻ മൊഞ്ചനാണ്. ഓക്കെ ഗായ്സ്, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം ഇവരുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഇവിടെ ഉണ്ടാവും. സബ്സ്ക്രൈബ്.